ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തെ ആഗോള മാരിടൈം ശൃംഖലയുടെ സുപ്രധാന കേന്ദ്രമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലൂടെ 5000-ലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ജയിലുകളിലെ അടിസ്ഥാന സൌകര്യ അപര്യാപ്തത സംബന്ധിച്ച് ജയിൽ ഡയറക്ടർ ജനറലിന് നോട്ടീസ് അയച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള മുഖ്യമന്ത്രി നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ഭൌതിക, ഡിജിറ്റൽ, സാമൂഹിക അടിസ്ഥാന സൌകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വികസനമാണ് നടന്നുവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യങ്ങൾ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 58,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേരളത്തെ ആഗോള മാരിടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൌകര്യ വികസനത്തിലെ സുപ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് അന്താരാഷ്ട്ര ആഴക്കടൽ വിവിധോദ്ദേശീയ തുറമുഖമായ വിഴിഞ്ഞം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. നവയുഗ വികസനത്തിന്റെ മികച്ച മാതൃകയായ വിഴിഞ്ഞം രാജ്യത്തിനും കേരളത്തിനും വലിയ സാമ്പത്തിക സ്ഥിരതയും നേട്ടങ്ങളും കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. यहाँ एक और अपनी संभावनाओं के साथ उपस्थित ये विशाल समुद्र है और दूसरी ओर प्रकृति का अद्भुत सौंदर्य है और इन सब के बीच हम न्यू एज डेवलपमेंट का सिंबल ये विजिंजम डीप वाटर सी पोर्ट है. മൂന്നാം സഹസ്രാബ്ദത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള കവാടമാണ് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ തുറന്നിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ജനങ്ങളുടെ ഐക്യമാണ് ഇത്തരം പദ്ധതികളുടെ വിജയത്തിന് പിന്നിലെന്നും 5000-ലധികം തൊഴിലവസരങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ലഭ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 5000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. കേരളത്തിന്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിലെ ജയിൽ ഡയറക്ടർ ജനറലിന് നോട്ടീസ് അയച്ചു. മാധ്യമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. തടവുകാർക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളുടെയും മനുഷ്യവിഭവശേഷിയുടെയും അഭാവം സംബന്ധിച്ച് നോട്ടീസിൽ പറയുന്നു. 4 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025ന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഗോള മാധ്യമ സംവാദം മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 77 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് മാധ്യമ ഉച്ചകോടിയുടെ ഭാഗമായത്. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, അശ്വനി വൈഷ്ണവ് തുടങ്ങിയവരും മാധ്യമ സംവാദത്തിൽ പങ്കെടുത്തു. പാരമ്പര്യം, പൈതൃകം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിനുള്ള വേവ്സ് പ്രഖ്യാപനവും ഉച്ചകോടിയിൽ അംഗീകരിച്ചു. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനും മാധ്യമ സമഗ്രത, വസ്തുതാധിഷ്ഠിത പത്രപ്രവർത്തനം, ഉത്തരവാദിത്തമുള്ള പരസ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ധാരണയായി. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1000-ലേറെ സംരംഭകർ പങ്കെടുക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രുചി വൈവിധ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷ്യമേള, ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാസം 15-നകം മൈക്രോ പ്ലാൻ തയ്യാറാക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനുകളുടെ ഗുണഫലവും ലഭ്യതയും എല്ലായിടത്തും ഉറപ്പാക്കണമെന്നും ശ്രീമതി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ 6ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി കോഴിക്കോട് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നിർവഹിച്ചു. ഈ മാസം 23 വരെയുള്ള 18 പ്രവൃത്തി ദിവസം കൊണ്ട് യജ്ഞം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള പശു, എരുമ വർഗ്ഗത്തിൽപ്പെട്ട മുഴുവൻ കന്നുകാലികൾക്കും സൌജന്യമായാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. ചിപ്പ് ഘടിപ്പിച്ച സമൃദ്ധ ഹെൽത്ത് കാർഡ് പശുക്കൾക്ക് ഏർപ്പെടുത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം പത്തനംതിട്ടയിൽ നടപ്പാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മിൽമയുടെ പുതിയ സാമ്പത്തിക വർഷത്തെ ക്ഷീര കർഷക ക്ഷേമ പദ്ധതി ആസൂത്രണ മാർഗരേഖ കോഴിക്കോട് പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2030ഓടെ സംസ്ഥാനത്ത് നിന്ന് കുളമ്പുരോഗം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും മന്ത്രി പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. ഇടുക്കിയിൽ പുതിയ ക്രിക്കറ്റ് അക്കാദമി ആരംഭിക്കാനൊരുങ്ങി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഇടുക്കി അക്കാദമിയിലേക്കുള്ള ജില്ലാതല സെലക്ഷൻ ഈ മാസം ആരംഭിക്കും. കൊല്ലം എഴുകോണിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഈ മാസം നടക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ഡ്രൈവ് ഇൻ ബീച്ചായ കണ്ണൂർ മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ 1ാം ഘട്ട നവീകരണ പ്രവൃത്തി പൂർത്തിയായി. നവീകരിച്ച ബീച്ച് മറ്റന്നാൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കടൽ തീരത്തുകൂടെ 4.5 കിലോമീറ്ററിലേറെ ഡ്രൈവ് ചെയ്തു പോകാനാകുമെന്നതാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിന്റെ പ്രത്യേകത. മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ചുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 234 കോടിയോളം രൂപ ചെലവഴിച്ച് 4 ഘട്ടങ്ങളിലായാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത്. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് 1 കിലോമീറ്റർ നീളത്തിൽ ബീച്ചിനോട് ചേർന്ന് പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. സഞ്ചാരികൾക്ക് ഇരിപ്പിടം, കുട്ടികൾക്കായുള്ള കളിയിടം, നടപ്പാത, സൈക്കിൾ ലൈൻ, ഭക്ഷണശാല, സെക്യൂരിറ്റി ക്യാബിൻ, ശൌചാലയം തുടങ്ങിയ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാത്രി 8 മണിവരെ തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നു. ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 260 പോയിന്റ് ഉയർന്ന് 80,502-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,347-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 70,040 രൂപയും ഗ്രാമിന് 8,755 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ MLA PV അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്ന വിഷയം കോഴിക്കോട് UDF സംസ്ഥാന ഏകോപന സമിതി യോഗം ചർച്ച ചെയ്തു. ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയതായി UDF കൺവീനർ MM ഹാസൻ അറിയിച്ചു. എല്ലാ ഘടകകക്ഷികളുമായും പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തുമെന്ന് UDF കൺവീനർ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി MP നാളെ വയനാട്ടിലെത്തും. ഈ മാസം 5 വരെ ശ്രീമതി പ്രിയങ്ക വയനാട് സന്ദർശിക്കും. നാളെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി MP മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് CPIM തൃശൂർ ജില്ലാ അക്കൌണ്ടിൽ നിന്ന് 1 കോടി രൂപ പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടി ഹൈക്കോടതി ശരിവച്ചു. നടപടിക്കെതിരെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ആഗോള മാരിടൈം ശൃംഖലയുടെ സുപ്രധാന കേന്ദ്രമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലൂടെ 5000-ലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ജയിലുകളിലെ അടിസ്ഥാന സൌകര്യ അപര്യാപ്തത സംബന്ധിച്ച ജയിൽ ഡയറക്ടർ ജനറലിന് നോട്ടീസ് അയച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള മുഖ്യമന്ത്രി നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.